അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ പഠിച്ചു വന്നത് 6ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഉമ്മി അൽ വദൂദ് എന്ന പാഠഭാഗമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുന്നത്. ഏതുവരെയാണ് നമ്മൾ പഠിച്ചു വന്നത്? കിഷോർ അതുപോലെ തന്നെ ജുബൈർ എന്നീ 2 ഫ്രണ്ട്സുകളും കൂടി ഹോട്ടലിലേക്ക് പോയി. അവിടെ വെച്ച് അവര് വിഭവസമൃദ്ധമായ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് കിഷോർ തൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവന് ഓർമ്മ വന്നു. അത് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജുബൈറിനോട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. കിഷോറിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം അവൻ്റെ ഉമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നത്. പെട്ടെന്നുള്ള ഉമ്മയുടെ മരണം അവനെ വല്ലാതെ വിഷമത്തിലാക്കുകയും തുടർന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ അവനെയും സഹോദരങ്ങളെയും ഏറ്റെടുത്തു. ഇപ്പോൾ കിഷോർ ഗൾഫിൽ ഒരു കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഉമ്മയെക്കുറിച്ച് കിഷോർ പറയുന്നത് കേട്ടപ്പോൾ ജുബൈറിനെ ആ ഉമ്മയെ കാണാൻ ആഗ്രഹം അറിയിക്കുന്നതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 102. കാന സ്വദീഖു കിഷോർ. കിഷോറിന്റെ ഫ്രണ്ട് ആയിരുന്നു. ആരാണ് ഫ്രണ്ട്? ജുബൈർ. ജുബൈർ യസ്തമിഉ, അവൻ കേൾക്കുന്നു, ഇല കിസ്വതി ഉമ്മിഹി, കിഷോറിന്റെ ഉമ്മയുടെ കിസ്വ, കഥ കേൾക്കുകയാണ്. ഫ അബ്ദ, അപ്പോൾ ജുബൈർ വെളിപ്പെടുത്തി, റജാഅഹു, അവന്റെ ആഗ്രഹം, അൻ യതഅറഫ, പരിചയപ്പെടാൻ, ബിതിൽക്കൽ മർഅത്തിൽ കരീമ, മാന്യയായിട്ടുള്ള മർഅത്ത്, ആ സ്ത്രീയെ തനിക്ക് പരിചയപ്പെടണം എന്ന ആഗ്രഹം ജുബൈർ കിഷോറിനെ അറിയിച്ചു. അപ്പോൾ ഇത്തസ്വല കിഷോർ, കിഷോർ കോണ്ടാക്ട് ചെയ്തു, ബി ഉമ്മിഹി, അവന്റെ ഉമ്മയുമായിട്ട്, അബറ, മുഖേന, മുക്കാലമത്തി വീഡിയോ കോളിലൂടെ, വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ്. ജുബൈറിനെ തൻ്റെ ഉമ്മയെ കാണിച്ചു കൊടുക്കുകയാണ് കിഷോർ. നമുക്ക് ഈ 2ാമത്തെ ചാപ്റ്റർ പഠിക്കാം. അൽ ഇൻസാനിയ, മനുഷ്യത്വം എന്നാണ് പാഠത്തിന്റെ പേര്. ഇതൊരു ഹിവാറാണ്, കോൺവെർസേഷനാണ്. കിഷോറും അതുപോലെ തന്നെ ഉമ്മയും ജുബൈറും തമ്മിൽ നടത്തുന്ന വീഡിയോ കോൺഫറൻസ് ആണ്. നമുക്ക് ഇതിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കിഷോർ പറയുകയാണ് ഉമ്മയോട്, വീഡിയോ കോളിൽ പറയുകയാണ്, സ്വബാ ഉൽ ഖൈർ ഉമ്മി, എൻ്റെ ഉമ്മ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. അപ്പോൾ അൽ ഉമ്മ സ്വബാഹുന്നൂർ, തിരിച്ചും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ബുനയ്യ, മോനെ, കൈഫ അഖ്ബാറുക, എന്താണ് നിന്റെ വാർത്തകൾ, എങ്ങനെയുണ്ട് നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കിഷോർ പറയുകയാണ്, അന ബിഖൈർ അൽഹംദുലില്ലാ, എനിക്ക് നല്ല തന്നെയാണ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽ ഉമ്മ വീണ്ടും ചോദിക്കുകയാണ്, മൻ, ആരാണ്, ബിജാനിബിക, നിന്റെ അരികിലുള്ളത്, നിന്റെ അടുത്ത് കാണുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. കിഷോർ പറയുകയാണ്, സ്വദീഖി ജുബൈർ, എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജുബൈർ ആണത്. ഹുവ, അവൻ, യർഅബു, അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അൻ യതഹദ്ദസ മഅക, നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അൽ ബികുല്ലി സുറൂർ, വളരെ സന്തോഷം. കൈഫ ഹാലുക ഇബ്നി, മോനെ നിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയാണ്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജുബൈർ പറയുകയാണ്, അൽഹംദുലില്ലാ ഉമ്മ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, നല്ല തന്നെ എന്ന് പറയാണ്. ലഖദ് സമയത്തോ, നിശ്ചയം ഞാൻ കേട്ടിട്ടുണ്ട്, അൻകി, നിങ്ങളെ കുറിച്ച്, കസീറൻ, ധാരാളം, മിൻ കിഷോർ, കിഷോറിൽ നിന്ന് നിങ്ങളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഉമ്മ പറയാണ്, മാതാ കാല കിഷോർ അന്നി, എന്താണ് കിഷോർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞത് എന്ന് ഉമ്മ ജുബൈറിനോട് ചോദിച്ചു. അപ്പൊ ജുബൈർ പറയുകയാണ്, സിർത്തി ഉമ്മഹു, നിങ്ങൾ അവന്റെ ഉമ്മയായി തീർന്നു, ബഅദ വഫാത്തി വാലിദതിഹി, അവന്റെ ഉമ്മയുടെ മരണശേഷം. വകഫൽതിഹിം,
നിങ്ങൾ അവരെ ഏറ്റെടുത്തു ബിഇനായത്തിൻ പരിഗണനയോടെയും ശ്രദ്ധയോടെയും വഹനാനിൻ വാത്സല്യത്തോടെയും കൂടി. അൽ ഉമ്മ പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ, ലൈസ ഫീഹി, അതിലില്ല, അജീബുൻ, ഒരു അത്ഭുതവുമില്ല, വദാലിക മിൻ വാജിബാത്തിന, അത് നമ്മുടെ കടമയിൽപ്പെട്ടതുമാണ്. ജുബൈർ പറയുകയാണ്, സ്വദഖ്തി, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ലൗ തഫക്കറ, ചിന്തിച്ചിരുന്നെങ്കിൽ, ജമീഉന്നാസി, ജനങ്ങൾ മുഴുവനും, ഹകദ, ഇപ്രകാരം ജനങ്ങൾ മുഴുവൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ലസ്വാറൽ ആലമു, ലോകമായി തീരുക തന്നെ ചെയ്യും, ജന്നത്തൻ, സ്വർഗമായി തീരുമായിരുന്നു എന്ന് പറയുകയാണ്. അൽ അപ്പൊ ഉമ്മ പറയുകയാണ്, നാം, അതെ, അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്, അന്നുഹിബ്ബന്നാസ ജമീഅൻ, നമ്മളെല്ലാ ജനങ്ങളെയും ഇഷ്ടപ്പെടൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ബിദൂനി, കൂടാതെ, മുറാഅത്തി, പരിഗണന കൂടാതെ, അൽ അദിയാൻ, മതത്തിന്റെ പേരിലോ, ദീനിന്റെ ജമ്മാണ് അദിയാൻ, മതങ്ങൾ, വൽ ഔത്താൻ, വത്വനുൻ ജംഅ് ഔത്താൻ, ദേശങ്ങൾ, രാജ്യത്തിന്റെ പേരിലോ, വൽ അൽവാൻ, നിറത്തിന്റെ പേരിലോ, ലൗനിന്റെ ജമ്മാണ് അൽവാൻ, നിറങ്ങൾ, നിറത്തിന്റെയോ ദേശത്തിന്റെയോ മതത്തിന്റെയോ പേരിലോ ഒന്നും തന്നെ, ഇതൊന്നും പരിഗണിക്കാതെ ജനങ്ങളെല്ലാവരും പരസ്പരം ഇഷ്ടപ്പെടണം. കമാ ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസു, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ദക്കരിൻ, ആണിൽ നിന്നും, വ ഉൻസ, പെണ്ണിൽ നിന്നും, ആണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും, നാം നിങ്ങളെ ആക്കുകയും ചെയ്തു, ശുഊബൻ, സമുദായങ്ങളും, വ ഖബായില, ഗോത്രങ്ങളും ആക്കിയത്, ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് വേണ്ടിയാണ് നിങ്ങളെ വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത്. ജുബൈർ പറയുകയാണ്, തൊബാൻ, തീർച്ചയായിട്ടും, ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, സിയാറത്തക്കി, നിങ്ങളെ സന്ദർശിക്കാൻ, മഅ കിഷോർ ഫി ബൈത്തിക്കി, നിങ്ങളുടെ വീട്ടിൽ കിഷോറിനോടൊപ്പം നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. അത് കേട്ടപ്പോൾ ഉമ്മ പറയുകയാണ്, മർഹബൻ ബിക യാ ബുനയ്യ, മോനെ, നിനക്ക് സ്വാഗതം, മഅസ്സലാമ, ഗുഡ് ബൈ, വിട പറയുകയാണ്. അപ്പൊ ജുബൈർ, ഫി അമാനില്ല, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 104. നഖ്റഉന്നസ, ടെക്സ്റ്റ് നമുക്ക് വായിക്കാം. വനഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ജുമുഅ, ബഹുവചനങ്ങളിൽ, കെലിമാത്തി താലിയ, താഴെ കൊടുത്ത വാക്കുകളുടെ ജംഅ്, ബഹുവചനം നമുക്ക് തിരഞ്ഞെടുക്കാം. ഏതാനും മുഫ്രദുകൾ കൊടുത്തിട്ടുണ്ട്, അവയുടെ ജംഅ് എഴുതാനാണ് പറയുന്നത്. ഷഅബുൻ, ഷഅബ്, അതിന്റെ ജംഅ് എഴുതണം. ശുഊബുൻ, ഷഅബുൻ എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് അർത്ഥം. ശുഊബുൻ, സമുദായങ്ങൾ. അടുത്തത് ദീനുൻ, മതം, അതിന്റെ ജംഅ് അദിയാനുൻ, മതങ്ങള്. വത്വനുൻ, രാജ്യം. ഔത്വാൻ, രാജ്യങ്ങൾ. ലൗന്, നിറം. അൽവാൻ, നിറങ്ങള്, കളേഴ്സ്. അടുത്തത് സാറ ജുബൈർ അൽ ഉമ്മ, ജുബൈർ സന്ദർശിച്ചു ആ ഉമ്മയെ, മഅ കിഷോർ, കിഷോറിനോടൊപ്പം, ഫി ബൈത്തിഹ, അവരുടെ വീട്ടിൽ പോയിട്ട് ജുബൈർ കിഷോറിനോടൊപ്പം ഉമ്മയെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ഇസ്തഖ്ബലത്തുഹു അൽ ഉമ്മു ബിസുറൂരിൻ, സന്തോഷത്തോടു കൂടി ആ ഉമ്മ അവരെ സ്വീകരിക്കുകയും ചെയ്തു. വതകല്ലമ മാഹ, അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്തു. വതനാവലൽ ഉദാഅ, ഭക്ഷണം കഴിച്ചു. മഅ തിൽക്കൽ ഉസ്ര, ആ കുടുംബത്തോടൊപ്പം, അവന് ആ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. വവജദ, ജുബൈർ കണ്ടെത്തി, മനസ്സിലാക്കി, ഇനായത്തഹും, അവരുടെ പരിഗണന, ശ്രദ്ധ, ആ ഉമ്മയുടെ പരിഗണന, ലി കിഷോർ, കിഷോറിനോടും, വയഹ്വാനിഹി, അവന്റെ സഹോദരങ്ങളോടുമുള്ള ആ ഉമ്മയുടെ
ശ്രദ്ധയും പരിഗണനയും ഒക്കെ ജുബൈർ മനസ്സിലാക്കി. മസാഅൻ വൈകുന്നേരം കതബ ജുബൈർ എഴുതി മുഫക്കിറത്തൻ ഒരു ഡയറി കുറിപ്പ് അൻ തജ്രിബതിഹി അവന്റെ അനുഭവത്തെക്കുറിച്ച് മഅൽ ഉമ്മി ആ ഉമ്മയോടൊപ്പമുള്ള അനുഭവത്തെക്കുറിച്ച് അവൻ ഒരു ഡയറി കുറിപ്പ് എഴുതി. നുസാഇദുഹു നമുക്കവനെ സഹായിക്കാം ലികിതാബത്തിൽ മുഫക്കിറ ഡയറി എഴുതുന്നതിന്. ഡയറിക്ക് അറബിയിൽ എന്താണ് പറയുക? മുഫക്കിറ. നമുക്ക് നോക്കാം. ഇടതു സൈഡിലായിട്ട് യൗമുസബ്ത് ശനിയാഴ്ച 2025 ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ് അവൻ ഈ ഡയറി എഴുതുന്നത്. അൽ യൗമ ഇന്ന് അന മസ്റൂറുൻ ജിദ്ദൻ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. സുർതു ഞാൻ സന്ദർശിച്ചു ബൈത്ത ഉമ്മി കിഷോറിന്റെ ഉമ്മയുടെ വീട്. വകാനത്ത് മസ്റൂറത്തുൻ അവൾ സന്തോഷത്തിലായിരുന്നു. എൽകാഅന ഞങ്ങളെ കണ്ടുമുട്ടിയതിൽ. വതനാവൽന ഞങ്ങൾ കഴിച്ചു അദാഅൻ ഭക്ഷണവും വഅസീറൻ ജ്യൂസും മഅൽ ഉമ്മി ഉമ്മയോടൊപ്പം. ആ ഉമ്മയോട് കൂടി ഞങ്ങള് ജ്യൂസും ഫുഡൊക്കെ കഴിച്ചു. വഹിയ അവൾ തുഹിബു കിഷോറിനെ അവരിഷ്ടപ്പെടുന്നു. വൈഹ്വാനിഹി ഹുബ്ബൻ ഷദീദൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വആദിഹിൽ ഉമ്മു ഈ ഉമ്മ ആയിത്തീരുന്നു കുദുവത്തൻ മാതൃകയാണ്. ലികുല്ലി വാഹിദിൻ മിന്ന നമ്മിലെല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ ഉമ്മ. അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് അന്നഇരിഫ നമ്മൾ മനസ്സിലാക്കൽ അഹ്വാലൽ യതാമ യതീമുകളുടെ അനാഥരുടെ അവസ്ഥകള് വല്ലുഅഫാ ദുർബലരായ ആളുകളുടെ അവസ്ഥയും വരിആയതിഹിം അവരെ നമ്മൾ സംരക്ഷിക്കണം ഏറ്റെടുക്കണം. വഇനായതിഹിം അവരെ നമ്മൾ പരിഗണിക്കുകയും വേണം. റജഅന ഞങ്ങൾ മടങ്ങി മസ്റൂരീന സന്തോഷത്തോടെ ജിദ്ദൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ മടങ്ങിയത്. മിൻ ബൈത്തിൽ ഉമ്മി ആ ഉമ്മയുടെ വീട്ടിൽ നിന്നും. വേറെയും നിങ്ങൾക്ക് സെന്റൻസുകൾ ഇതിൽ ചേർത്ത് എഴുതാം. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. കാന ബൈത്തു കിഷോറിന്റെ വീടായിരുന്നു. യഖഉ അത് സ്ഥിതി ചെയ്യുന്നത് ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. ബുനിയ നിർമ്മിക്കപ്പെട്ടു. സഖ്ഫുൽ ബൈത്തി ആ വീടിന്റെ മേൽക്കൂര മിൻ വറഖ് എന്ന് പറഞ്ഞാൽ ഇല എന്നാണ്. ഇവിടെ ഓല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജൗസുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ തെങ്ങോല കൊണ്ടാണ് ആ മേൽക്കൂര നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്തമാ യഷ്തദ്ദു കഠിനമായപ്പോൾ അൽ മതറു മഴ യതസറബുൽ മാഉ വെള്ളം ഒലിച്ചു വരും. ഇലാ ദാഖിലിൽ ബൈത്തി വീടിന്റെ ഉള്ളിലേക്ക്. മഴ കഠിനമാവുമ്പോൾ എന്തുണ്ടാവും? അവന്റെ ആ വീട്ടിലേക്ക് വെള്ളം ഒലിച്ചു വരും. അല്ലദീ ബുനിയത്ത് എങ്ങനെയുള്ള വീടാണത്? ബുനിയത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ജുദ്റാനുഹു അതിന്റെ ചുമരുകള് വശങ്ങൾ മിനത്തീനി കളിമണ്ണിൽ നിന്നും വൽബാംബു മുള കൊണ്ടും കളിമണ്ണിൽ നിന്നുമാണ് അതിന്റെ ചുമരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ലൈസ ഫീഹി അതിലില്ല മിസ്ബാഹുൻ കഹ്റുബായിയുൻ ഇലക്ട്രിക് ബൾബൊന്നും അവിടെയില്ല. യദ്റുസു കിഷോർ പഠിക്കുന്നു. വയഹ്വതുഹു അവന്റെ സഹോദരങ്ങളും പഠിക്കുന്നു. ബിനൂരി മിസ്ബാഹിൻ നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചം. മിസ്ബാഹ് വിളക്ക്. സെയ്ത്തി പറഞ്ഞ എണ്ണ. സെയ്ത്ത് എണ്ണ. അപ്പോൾ എണ്ണ വിളക്കിൻ്റെ വെളിച്ചം കൊണ്ടാണ് കിഷോറും സഹോദരങ്ങളും പഠിക്കുന്നത്. അമാമൽ ബൈത്തി വീടിന്റെ ഫ്രണ്ടിൽ മസ്റഅത്തുൻ ഒരു കൃഷിയിടമുണ്ട്. കാനത്ത് വാലിദത്തുഹു അവന്റെ ഉമ്മയായിരുന്നു. തഅമലു ഫിഹ ആ കൃഷിയിടത്തിലാണ് തഅമലു അവൾ ജോലി ചെയ്യുന്നത്. ഈ പാരഗ്രാഫിൽ നിന്നും റെഡ് കളറിലുള്ള വേർഡ്സുകൾ ശ്രദ്ധിക്കുക.
മുലാഫും മുലാഫുൻ ഇലൈഹിയും ചേർന്ന വേർഡ്സുകളാണ് അവ രണ്ടും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുലാഫ് മുലാഫുൻ ഇലൈഹി. മുലാഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഉലീഫു ഇല ഇസ്മിൻ ആഖർ, ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുന്നതിനെയാണ് മുലാഫ് എന്ന് പറയുക. വൽ ഇസ്മുസാനി, ആ രണ്ടാമത്തെ ഇസ്മ് മുലാഫുൻ ഇലൈഹി, മുലാഫുൻ ഇലൈഹി എന്നാണ് പറയപ്പെടുക. ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നു. ഈ മുലാഫുൻ ഇലൈഹി, ആ രണ്ടാമത്തെ ഇസ്മ് എപ്പോഴും മജ്റൂറുൻ, ജർ ചെയ്യപ്പെട്ടതായിരിക്കും, അത് കസ്റായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതിനെ ചേർക്കപ്പെടുന്നത് മൂലം ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ യുടെ എന്ന അർത്ഥം ലഭിക്കുന്നു. സഖ്ഫുൽ ബൈത്തി, വീടിന്റെ മേൽക്കൂര. സഖ്ഫുൽ ബൈത്തി. വറക്കു ജൗസിൽ ഹിന്ദി, തെങ്ങിന്റെ ഓല. അതുപോലെ ദാഖിലുൽ ബൈത്തി, വീടിന്റെ ഉള്ളിൽ എന്നർത്ഥം ലഭിച്ചു. നൂറു മിസ്ബാഹിൻ, വിളക്കിന്റെ പ്രകാശം. അമാമൽ ബൈത്തി, വീടിന്റെ ഫ്രണ്ടിൽ. യുടെ എന്ന അർത്ഥം ഈ ചേർക്കൽ മൂലം ലഭിക്കുന്നു. ആദ്യം വരുന്ന ഇസ്മ് എപ്പോഴും മുലാഫ് ആയിരിക്കും, രണ്ടാമത്തെ ഇസ്മ് മുലാഫുൻ ഇലൈഹി ആയിരിക്കും. മുലാഫുൻ ഇലൈഹിക്ക് തൻവീൻ ഉണ്ട് എങ്കിൽ അതിൽ അലിഫ്ലാം ചേർക്കാൻ പാടില്ല. അലിഫ്ലാം ഉണ്ടെങ്കിൽ തൻവീൻ ഒഴിവാക്കണം, തൻവീൻ ഉണ്ടെങ്കിൽ അലിഫ്ലാം ഒഴിവാക്കണം എന്നത് നിർബന്ധമാണ്. ഇനിയും ഉദാഹരണങ്ങളുണ്ട്, അതിൽ നിന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാം. നോക്കൂ, നഖ്റഉ നമുക്ക് വായിക്കാം, വനുമയ്യിസു നമുക്ക് വേർതിരിക്കാം, അൽ മുലാഫ മുലാഫിനെയും വ മുലാഫ ഇലൈഹി മുലാഫുൻ ഇലൈഹിയെയും കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും മുലാഫ് മുലാഫുൻ ഇലൈഹിയെ വേർതിരിക്കണം. നോക്കൂ സെന്റൻസ്. ഉദ്നുൽ ഫീലി, ആനയുടെ ഉദ്ന് ചെവി, കബീറത്തുൻ വലിയതാണ്. ഇവിടെ ഉദ്നുൽ ഫീലി, ആനന്റെ ചെവി, എന്നർത്ഥം ലഭിക്കുന്നു. ഉദ്ന് രണ്ടും ഇസ്മാണ്, ഫീല് ആന. ഇവിടെ ഉദ്ന് എന്നത് മുലാഫാണ്, രണ്ടാമതായി വന്ന ഫീല് മുലാഫുൻ ഇലൈഹിയാണ്, മജ്റൂർ ജർ ചെയ്യപ്പെട്ടതുമാണ്. അടുത്ത സെന്റൻസിൽ ഏതാണ് മുലാഫ് മുലാഫുൻ ഇലൈഹി വരിക എന്ന് നോക്കൂ. നൂറു ഷംസി, സൂര്യന്റെ നൂറ് പ്രകാശം, കവിയുൻ ശക്തമായതാണ്. ഇവിടെ നൂറ് പ്രകാശം എന്നതാണ് ഇവിടെ മുലാഫ്. ഷംസ് സൂര്യനാണ് ഇവിടെ മുലാഫുൻ ഇലൈഹി, മജ്റൂർ ചെയ്യപ്പെട്ടതായിരിക്കും മുലാഫുൻ ഇലൈഹി എന്ന് പ്രത്യേകം ഓർക്കണം. ഹാദ, ഇത് കിതാബു തിൽമീദി, തിൽമീദ് സ്റ്റുഡന്റ്, വിദ്യാർത്ഥിയുടെ കിതാബ് ബുക്കാണ് ഇത്. യുടെ എന്നർത്ഥമാണ് ഇവിടെ ലഭിച്ചത്. കിതാബു തിൽമീദി, വിദ്യാർത്ഥിയുടെ ബുക്കാണ് ഇത്. കിതാബ് എന്നത് മുലാഫും തിൽമീദി എന്നത് മുലാഫുൻ ഇലൈഹിയുമാണ്. തിൽക ഷജറത്തുൽ ഫനസി, തിൽക അത്, ഷജറത്തുൽ ഫനസി പ്ലാവ് മരമാണ്. ഷജറത്ത് മരം, ഫനസ് ചക്ക. അപ്പോൾ പ്ലാവ് ചക്കയുടെ മരമാണ് എന്ന് പറഞ്ഞാൽ പ്ലാവാണ് അത്. ഇവിടെ ഷജറത്ത് എന്നത് മുലാഫും ഫനസ് എന്നത് മുലാഫുൻ ഇലൈഹിയുമാണ്. അടുത്തത് അശുമ്മു, ഞാൻ വാസനിക്കുന്നു, റായിഹത്ത സുഗന്ധം, വർദിൻ പനിനീർപ്പൂവ്, പനിനീർപ്പൂവിന്റെ സുഗന്ധം ഞാൻ വാസനിക്കുന്നു. ഇവിടെ റായിഹത്ത വർദിൻ, ഇവിടെ തൻവീൻ വന്നത് കൊണ്ടാണ് വർദിൽ അലിഫ്ലാം ഇല്ലാത്തത്. റായിഹത്ത, അലിഫ്ലാമും തൻവീനും ഒന്നിച്ചു വരാൻ പാടില്ല. റായിഹത്ത് എന്നത് മുലാഫും വർദിൻ എന്നത് മുലാഫുൻ ഇലൈഹിയുമാണ്. ഹഫിളു, നിങ്ങൾ സൂക്ഷിക്കൂ, അല നലാഫത്തിൽ ബി, ആ പരിസ്ഥിതിയെ, വൃത്തിയിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കൂ. ഇവിടെ നലാഫത്ത് വൃത്തി എന്നത് മുലാഫും ബിഅത്ത് എന്നത് മുലാഫുൻ ഇലൈഹിയുമാണ്. ഉഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, മൗജൽ ബഹരി
മൗജൽ ബഹിരി സമുദ്രത്തിന്റെ മൗജ് തിരമാലയെ. സമുദ്രത്തിന്റെ തിരമാല. മൗജ് എന്നത് മുലാഫും ബഹ്ർ എന്നത് മുലാഫുൻ ഇലൈഹിയുമാണ്. നഷ്റബു ഞങ്ങൾ കുടിക്കുന്നു ഹലീബൽ ബക്കറത്തി. ഹലീബ് പാല്, ബക്കറത്ത് പശു, പശുവിന്റെ പാല്. ഹലീബൽ ബക്കറത്തി പശുവിന്റെ പാലാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഇവിടെ ഹലീബ് എന്നത് മുലാഫും ബക്കറത്തി എന്നത് മുലാഫുൻ ഇലൈഹിയുമാണ്. അടുത്തത് ഏതാനും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച സെന്റൻസ് ഉണ്ടാക്കണം. നുഖ്മിലു നമുക്ക് ഫില്ല് ചെയ്യാം. അൽജുമല സെന്റൻസുകളെ ഹസബസുവർ ചിത്രങ്ങൾക്കനുസരിച്ച്. ഇവിടെ ഫീല് ആനയുടെ പിക്ചറും അതുപോലെ തന്നെ തുമ്പിക്കൈയും കാണിച്ചിട്ടുണ്ട്. എങ്ങനെ സെന്റൻസ് കൊടുക്കാം? അവിടെ ഡാഷ് ഇട്ടിട്ട് തൊവീലുൻ നീണ്ടതാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കൈ നീണ്ടതാണ് എന്ന് പറയണം. എങ്ങനെ പറയാം? തുമ്പിക്കൈക്ക് എന്താണ് പറയുക? ഖുർത്തൂമുൻ. ആനക്ക് ഫീല് ഖുർത്തൂമുൽ ഫീലി എന്നാണ് വരിക. രണ്ട് രീതിയിൽ പറയാം. ഖുർത്തൂമു ഫീലിൻ എന്ന് തെൻവീൻ ചേർത്തുകൊണ്ടും ഖുർത്തൂമുൽ ഫീലി എന്നും അലിഫ്ലാം ചേർത്തും പറയാം. ആനന്റെ തുമ്പിക്കൈ എന്നർത്ഥം കിട്ടി. തൊവീലുൻ നീണ്ടതാണ്. അടുത്തത് വെള്ളം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ. വെള്ളത്തിന് മാഉം കിണറിന് ബിറുൻ എന്നാണ് പറയുക. നക്കിയുൻ ശുദ്ധമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. കിണറിലെ വെള്ളം ശുദ്ധമാണ് എന്ന് പറയണം. എങ്ങനെ പറയാം? മാഉൽ ബിഇരി. മാഉൽ ബിഇരി കിണറ്റിലെ വെള്ളം നക്കിയുൻ ശുദ്ധമാണ്. അടുത്തത് വറക്കത്തുൻ ഇല കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷജറത്തുൻ മരം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം? മരത്തിന്റെ ഇല പച്ച കളറാണ് അല്ലെങ്കിൽ ഭംഗിയുള്ളതാണ് എന്തും കൊടുക്കാം. വറക്കത്തു ഷജറത്തി മരത്തിന്റെ ഇല. വറക്കത്തു ഷജറത്തി മരത്തിന്റെ ഇല അഹ്ലറുൻ പച്ചയാണ് അല്ലെങ്കിൽ ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. അടുത്തത് നോക്കൂ. ജിറാഫിനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉനുക്ക് കഴുത്തും കൊടുത്തിട്ടുണ്ട്. എന്തെഴുതാം? ഉനുക്കു സറാഫത്തി. സറാഫ് ജിറാഫ്. ജിറാഫിന്റെ ഉനുക്ക് കഴുത്ത് തൊവീലുൻ നീണ്ടതാണ് എന്ന് കൊടുക്കാം. അടുത്തത് മൊബൈലിന്റെയും അതുപോലെ തന്നെ അതിന്റെ കവറിന്റെയും പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കണം. അവിടെ തുടക്കത്തിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ഇഷ്തറൈത്തു ഞാൻ വാങ്ങി. മൊബൈലിന്റെ കവർ ഞാൻ വാങ്ങി എന്ന് എഴുതണം. കവറിനെ ഉൽബത്ത് എന്നാണ് പറയുക. ജവ്വാൽ മൊബൈലിന് ജവ്വാലുൻ. ഉൽബത്തൽ ജവ്വാലി. ഇഷ്തറൈത്തു ഞാൻ വാങ്ങി. ഇനി അവിടെ നെസ്ബ് വരണം. മഫൂലും ബിഹിയാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നെസ്ബായിരിക്കണം വരുന്ന വേർഡിന്. അപ്പോൾ ഉൽബത്തൽ ജവ്വാലി. ജവ്വാൽ മൊബൈൽ. മൊബൈലിന്റെ കവർ ഞാൻ വാങ്ങി. അല്ലെങ്കിൽ എങ്ങെഴുതാം? ഉൽബത്ത ജവ്വാലിൻ. അലിഫ്ലാം കട്ട് ചെയ്ത് തൻവീൻ കൊടുത്താൽ മതി. രണ്ട് രീതിയിൽ എഴുതാം. ഉൽബത്ത ജവ്വാലിൻ എന്നോ ഉൽബത്തൽ ജവ്വാലി എന്നോ എഴുതാം. അടുത്തത് അൽ മുഫ്രദാത്തു വൽ ജുമൂഅ്. മുഫ്രദുകള് ഏകവചനങ്ങളും വൽ ജുമൂഅ് ബഹുവചനങ്ങളും. ഹാജത്തുൻ ആവശ്യം. ജംഅ് ഹവായിജുൻ ആവശ്യങ്ങൾ. യതീമുൻ അനാഥ. ഐതാമുൻ അനാഥകള്. ജദീദുൻ പുതിയത്. ജുദദുൻ പുതിയവ. ഈദ് ആഘോഷം. ജംഅ് അഅ്യാദുൻ ആഘോഷങ്ങള്. ദീനുൻ മതം. അദിയാൻ മതങ്ങൾ. വത്വനുൻ രാജ്യം. ഔത്താൻ രാജ്യങ്ങൾ. ലൗനുൻ കളറ്. അൽവാൻ കളേഴ്സ്. ഷഅബുൻ സമുദായം. ഷുഊബുൻ സമുദായങ്ങൾ. കബീലത്തുൻ ഗോത്രം. ജംഅ് കബായിലുൻ ഗോത്രങ്ങൾ. ഇതോടുകൂടി 6ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററും അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിയാത്ത വേർഡുകൾ അർത്ഥസഹിതം പഠിക്കണം. അതുപോലെ തന്നെ ജംഅ് മുഫ്രദ് ഇവ പഠിക്കണം. മുഫക്കിറ ഡയറി തയ്യാറാക്കാൻ പഠിക്കുക.
മുലാഫ് മുലാഫുൻ ഇലൈഹി അതും എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. മുലാഫ് മുലാഫുൻ ഇലൈഹി വെച്ചിട്ട് സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.